إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ ദാസന്മാരായി തീരുവാനുള്ള പരിശ്രമം മരിക്കുന്നത് വരെ നിലനിർത്തുന്ന ഉൽബുദ്ധരിൽ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മ വീതിയിൽ സന്മാർഗ സ്ഥിരതയോടെ മുന്നോട്ടു പോകുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 49 അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 10 ആയത്താണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. വിശ്വാസി സമൂഹത്തിനിടക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഐക്യബോധവും പരസ്പര ധാരണയും, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അതിന് വല്ല വിള്ളൽ മനുഷ്യ സഹജമായി സംഭവിക്കുന്നു എങ്കിൽ അത് കൂടുതൽ പെരുപ്പിക്കാതെ വിശ്വാസികൾക്കിടയിൽ അനുരഞ്ജനം, രഞ്ജിപ്പിൻ്റെ, ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഭദ്രതയുടെ നിലപാട് അതിലേക്ക് വെളിച്ചം നൽകുന്ന സൂക്തമാണ് ഓതി വച്ചിട്ടുള്ളത്. പുതിയ കാല പ്രതിസന്ധികൾക്കിടക്ക് ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം കാര്യക്ഷമമായി പല വിധേന ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇസ്ലാമിക സമൂഹം അതിൽ നിന്നെല്ലാം പാഠം പഠിച്ച് തിരിച്ചറിവ് നേടി ഈ ഉമ്മത്തിൻ്റെ അവകാശം ഹനിക്കപ്പെടാതിരിക്കാൻ ആന്തരികമായ ഐക്യവും സംസ്കരണവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 10 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടക്ക് എപ്പോഴും നിങ്ങൾ
ഒരു രഞ്ജിപ്പിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, നന്മയുടെ, ധാരണയുടെ പാത പണിതുകൊണ്ടിരിക്കണം. സംഘടന ഏതാകട്ടെ, പ്രസ്ഥാനം ഏതാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും ഏകനായ റബ്ബിനെ മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ വെളിച്ചമായി സ്വീകരിക്കുകയും ചെയ്യുന്ന വൃത്തത്തിലേക്ക് കടന്നു വന്നവരെ വിശ്വാസികളായി കണക്കാക്കി അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ വിശ്വാസികൾ എന്ന നിലക്ക് കൈകാര്യം ചെയ്യുവാനുള്ള കാര്യബോധം വിശ്വാസി സമൂഹത്തിലെ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈ ആയത്തിലൂടെ വിശ്വാസികൾ എന്ന നിലക്ക് ന്യായം പറയുന്ന എല്ലാവരോടും അല്ലാഹ് അറിയിക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ആ ഒരു സാഹോദര്യ ബോധവും ബന്ധവും ബാധ്യതയും എപ്പോഴും നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം, കാണിക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, സഹോദരങ്ങൾക്കിടക്ക് നിങ്ങൾ രഞ്ജിപ്പ് നടത്തണം. കുടുംബത്തിലായാലും സമൂഹത്തിലായിരുന്നാലും സൗഹൃദത്തിലായിരുന്നാലും ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളിൽ വ്യക്തികൾ തമ്മിൽ, ആളുകൾ തമ്മിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ലാഭം നേടിയെടുക്കാതെ അത് തന്നെ ബാധിക്കുന്നതല്ല എന്ന അകന്ന വിചാരണയിൽ, തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞുകൂടാതെ ഒരു വിശ്വാസി ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ ഉമ്മത്തിനെ മൊത്തം ബാധിക്കുന്ന പ്രയാസം എന്ന നിലക്കുള്ള വിശ്വാസി ബോധത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലഅല്ലക്കും തുർഹമൂൻ, ഈ വിഷയങ്ങളിലൊക്കെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പടച്ച റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്ക് മേൽ വർഷിക്കപ്പെടാം അല്ലാഹ് പറയാം. അപ്പൊ വിശ്വാസി സമൂഹത്തിന്റെ ഭദ്രത വളരെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കൽ ബുൻയാൻ, ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ള, ആ കെട്ടിടത്തിന്റെ കല്ലുകൾ എങ്ങനെയാണോ ആ കെട്ടിടത്തിൽ ചുമരിൽ അടുപ്പിക്കപ്പെട്ടതിന് ശക്തി പകരുന്നത് എങ്കിൽ വിശ്വാസികൾ പരസ്പരം ആ രൂപത്തിൽ ആയിത്തീരണം. വശബ്ബക അസാബിഅഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസി സമൂഹമേ നിങ്ങൾ ഛിദ്രതയെ സൂക്ഷിക്കണം, ഐക്യബോധത്തോടുകൂടി നിങ്ങൾ നീങ്ങണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശവും ആംഗ്യവും കാണിച്ച് ആ വിഷയത്തിന്റെ ഗൗരവം നമ്മെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വിശ്വാസികൾ ശരീരം പോലെയാണ്, നേരത്തെ പറഞ്ഞ ഹദീസിൽ കെട്ടിടം പോലെയാണ് എന്ന് മനോഹരമായ വർണ്ണന വിശ്വാസി സമൂഹത്തിന്റെ ഭദ്രത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എങ്കിൽ ഇനി പറയാൻ പോകുന്ന ഹദീസിൽ ഒരു ശരീരത്തോടാണ് വിശ്വാസി സമൂഹത്തിന്റെ ചേർന്ന് നിൽക്കലിനെ പ്രവാചകൻ ഉപമിച്ചിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ മസലുൽ മുസ്ലിമീന കർറജുലിൽ വാഹിദ്, വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് കർറജുലിൽ വാഹിദ്, ഒരൊറ്റ മനുഷ്യനെ പോലെയാണ്. ഇദാ വജ്അ മിൻഹു ശൈഉൻ തദാഅ ലഹു സായിറു ജസദി, ആ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ ഏതെങ്കിലും ഒരു അവയവം പ്രയാസപ്പെടുമ്പോൾ ശരീരത്തിന്റെ ബാക്കി അവയവങ്ങളും ഭാഗങ്ങളും ഒക്കെ അവന്റെ വിഷമത്തിലും വേദനയിലും പ്രയാസത്തിലും പങ്കുകൊള്ളുന്നത് പോലെ ഈ ഉമ്മത്തിലെ ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഈ ഉമ്മത്തിന്റെ മൊത്തം പ്രയാസമായി ഫീൽ ചെയ്യുന്ന വിധാനത്തിലേക്ക് വിശ്വാസ ബോധ്യത്തിലൂടെ നമ്മൾ എത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രവാചകൻ തന്നെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധവിശുദ്ധി, വിശ്വസ്തത, ഐക്യബോധം, പരസ്പര ധാരണയെ കണ്ണാടിക്ക് സമാനമായി കൊണ്ട് ഉപമിക്കുകയാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി, അൽ മുഅ്മിനു, ഒരു വിശ്വാസി, മിർആത്തുൽ മുഅ്മിനി, മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എന്ന് പറയാണ്. വല്ലാത്തൊരു ഉപമയാണത്, വല്ലാത്തൊരു ആലങ്കാരിക പ്രയോഗമാണ്. കണ്ണാടിക്ക് ഗ്ലാസിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മെ അങ്ങനെ പൂർണ്ണമായി കാണുകയാണ് എങ്കിൽ അതേ രൂപത്തിൽ വിശ്വാസികൾ തമ്മിൽ, എനിക്ക് എൻ്റെ സഹോദരനായ വിശ്വാസിയുടെ, എൻ്റെ സഹപ്രവർത്തകനായ വിശ്വാസിയെ മൊത്തത്തിൽ അവൻ്റെ രഹസ്യ പരസ്യങ്ങൾ, അവൻ്റെ സുഖദുഃഖങ്ങൾ, അവൻ്റെ ആവശ്യ ആഗ്രഹങ്ങൾ അടുത്തറിയാൻ പറ്റുന്ന ആത്മബന്ധമാണ് വിശ്വാസി സമൂഹത്തിനിടക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ്.
ഒരു വിശ്വാസി നമ്മുടെ മുമ്പിൽ, ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമിന്റെ മുന്നിൽ നിന്നു കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അതവന്റെ ഇസ്ലാമിക ബോധത്തിന്റെയും ഇസ്ലാമിക് സാഹോദര്യത്തിന്റെയും ഭാഗമാണ്. വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ ബ്രദറാണ്, സഹോദരനാണ്. ആലോചിക്കണം, അതൊക്കെ വിശ്വാസികൾ കിടക്കാൻ ഔട്ട് ഓഫ് അവർ ഫാമിലി, നമ്മുടെ രക്തബന്ധങ്ങൾക്ക് പുറത്ത്, കുടുംബ ബന്ധങ്ങൾക്ക് പുറത്ത് വിശ്വാസികൾക്കിടക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബന്ധവിശുദ്ധിയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ വീടിനകത്ത്, കുടുംബത്തിനകത്ത്, രക്തബന്ധങ്ങളിലും വൈവാഹിക ബന്ധങ്ങളിലും കടന്നു വരുന്ന ബന്ധങ്ങൾ എത്രമേൽ വിശുദ്ധിയോടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് ഇതിന്റെ ഒരു മറുഭാഗമാണ്. അപ്പൊ അകത്തും, കുടുംബത്തിനകത്തും പുറത്തും ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ഇസ്ലാമിക ബോധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സഹോദര്യ ബന്ധമൊക്കെ മുന്നോട്ട് ചലിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. വൽ മുഅ്മിൻ അഖുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. യകുഫു അലൈഹി ദൈഅതഹു, യകുഫു അലൈഹി ദൈഅതഹു, അവനക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നിടത്ത്, അതിനെ തടസ്സം നിൽക്കുന്നിടത്ത് വിശ്വാസി ഉണ്ടായിത്തീരും തന്റെ സഹോദരനായ വിശ്വാസി എന്ന് പറയാണ്. അതിലെ നഷ്ടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നല്ല, നഷ്ടം വർദ്ധിപ്പിക്കുന്നു എന്നല്ല. അമാനത്തിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശ്വാസികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഭാഗമായി തന്റെ സഹോദരന് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ, ഇന്നത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവൻക്ക് വലിയ നഷ്ടം ആത്മീയമായും പാരത്രികമായും ഐഹികമായും ഉണ്ടായിത്തീരുമെന്ന ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ യഥാസമയത്ത് തിരുത്തി അവനെ തിരിച്ചു കൊണ്ടുവരുന്നവനായിരിക്കും. ഭൗതികമായി അവൻക്ക് വലിയ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ എന്റെ സഹോദരൻ ആ നഷ്ടത്തിൽ, ആ കഷ്ടതകളിൽ ചെന്ന് പെടാൻ പാടില്ലല്ലോ എന്ന അങ്ങേയറ്റത്തെ സ്നേഹബോധ്യ ബന്ധമുണ്ടായിരിക്കും. അതാണ് യകുഫു അലൈഹി ദൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി, വയഹൂതുഹു മിൻ വറാഇഹി, അവനെ സംരക്ഷിക്കുന്നതാണ് അവന്റെ പിറകിൽ നിന്ന്, പിന്നിൽ നിന്ന് കുത്തുന്നതാണ് എന്നല്ല. പിറകിൽ നിന്ന് അവൻ അറിയാതെ തന്നെ അവന്റെ ചലനത്തെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ പതിക്കാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി അവൻക്ക് സംരക്ഷണം ഒരുക്കുന്നവനായിരിക്കും സഹോദരനായ അവന്റെ വിശ്വാസി എന്ന്, സഹോദരനായ അവന്റെ വിശ്വാസി മുസ്ലിം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊക്കെയാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല്, അല്ലേ? തന്റെ വിശ്വാസിയെ സംരക്ഷിക്കുന്നിടത്ത് അവനുമായുള്ള എല്ലാ ബന്ധത്തില്, അത് സഹവാസോ സംസാരോ ഇടപാടുകളോ സമ്പർക്കങ്ങളോ ഏതുമാകട്ടെ, തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ തന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല താൻ ഒരു കാര്യം ചെയ്യുന്നിടത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ 2 ഹദീസുകൾ. ഒന്ന്, മറ്റെന്തിനേക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. മറ്റൊരു ഹദീസിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹോദരനും പ്രിയങ്കരമായി തീരുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്കിടക്ക്, മുസ്ലിമീങ്ങൾക്കിടക്ക് ഉണ്ടായിത്തീരുന്ന ആ ബന്ധങ്ങളുടെ മനോഹാരിത, ആ നന്മയുടെ അന്തരീക്ഷം, അനുഭവങ്ങൾ എത്രത്തോളമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഊഷ്മളമാക്കാനും വേണ്ടിയാണ് പ്രവാചകൻ നല്ല നല്ല നിർദ്ദേശങ്ങളും സതുപദേശങ്ങളും ആ ബന്ധങ്ങളിലേക്ക് വേണ്ട മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട, വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട കുറെ കടമകൾ പഠിപ്പിക്കപ്പെട്ടത്. വിശ്വാസികൾ മനുഷ്യരാണ്. മനുഷ്യർ എന്ന നിലക്ക് വിശ്വാസികളായി ജീവിക്കുമ്പോൾ ആ വിശ്വാസികൾക്കിടക്കുണ്ടായിരിക്കേണ്ട ബാധ്യതകൾ നിറവേറ്റുമ്പോൾ ഈ ബന്ധം കൂടുതൽ കൂടുതൽ ആത്മബന്ധമായി തീരുകയാണ്. നിരവധി ഹദീസുകൾ വിശ്വാസികൾക്കിടക്ക്, മുസ്ലിമീങ്ങൾക്കിടക്കുള്ള കടമകൾ പൂർത്തീകരിക്കാൻ പറയുന്ന, അതിന് നിർദ്ദേശം നൽകുന്ന പ്രവാചക വചനങ്ങളുണ്ട്. അൻ അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു ഹദീസിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ 6 ബാധ്യതയുണ്ട് എന്ന് പറയാൻ. ഖീല, പ്രവാചകരെ ഏതാണത്? പറയപ്പെടുകയാണ്, മാ ഹുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഏതൊക്കെയാണ് ആ ബാധ്യത? വിശ്വാസികൾക്കിടക്ക്, മുസ്ലിമീങ്ങൾക്കിടക്ക് ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ബാധ്യതകൾ, ഹക്ക് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് റസൂലെ. ആ അർത്ഥത്തിൽ അവർ ചോദിക്കുന്നത്, ഖാല ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നിന്റെ സഹോദരനായ മുസ്ലിമിനെ നീ കണ്ടുമുട്ടുന്ന സമയത്ത് അവരോട് നീ സലാം പറയണമെന്ന് പറയാം. സലാം പറയണം ല്ലോ, അത് ആത്മബന്ധത്തിന്റെ ഭാഗമാണ്. നാവ് കൊണ്ട് സലാം പറഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ള സലാമായി തീരുമ്പോ അത് നല്ല ബന്ധത്തിലേക്ക് വഴി നടത്തുകയാണ്. ചില ആളുകൾ അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ല് കൊണ്ട് ചിരിക്കുകയാണ്, അത് കാപട്യമാണ്. ഒരിക്കലും ബന്ധങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുകയും
സമാധാന പ്രാർത്ഥനയായ, ക്ഷേമത്തിന്റെ പ്രാർത്ഥനയായ സമാധാന പ്രാർത്ഥന വിശ്വാസിയായ തന്റെ സഹോദരന് ആത്മാർത്ഥമായി പങ്കുവെക്കുകയും ചെയ്യുന്നിടത്തായിരിക്കണം തന്റെ ബന്ധം എന്നത് മനസ്സിലാക്കണം. അതാണ് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. മുസ്തഫ സിബായി വിശ്വാസികൾക്കിടക്കുണ്ടായിരിക്കേണ്ട ഐക്യത്തിന് വേണ്ട ചിന്തകൾ സമർപ്പിച്ചപ്പോ, നിങ്ങൾ കൊടുക്കുന്ന ഹസ്തദാനം എന്നാണോ നിങ്ങൾക്ക് ഹൃദയദാനമാക്കാൻ സാധിക്കുന്നത് എങ്കിൽ അന്ന് ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യം ഭദ്രമായി തീരുമെന്ന് പറഞ്ഞത് മാദാ അല്ലമനിൽ ഹയാ, ജീവിത പാഠങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വായിച്ച ഭാഗം ഓർമ്മ വരികയാണ്. നമ്മൾ കൈകൊണ്ട് കൊടുക്കുന്ന സലാം എന്നാണോ ഹൃദയം കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് എങ്കിൽ അന്ന് ഈ ഉമ്മത്തിൽ ഛിദ്രത, പ്രയാസങ്ങൾ, വിള്ളലുകൾ ഉണ്ടായി തീരുകയില്ല എന്ന്. അതെ, അങ്ങനെ ആത്മാർത്ഥമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നിങ്ങളുടെ മേൽ പടച്ച റബ്ബിന്റെ കാരുണ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് സഹോദരന് വേണ്ടി നമ്മൾ നൽകുന്നത്. ആ ബോധത്തോടുകൂടി അത് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ സമാധാനം ആശംസിച്ച വിശ്വാസികൾക്കിടക്ക് പിന്നെ ഛിദ്രതയുണ്ടാക്കാൻ അതേ വിശ്വാസി പരിശ്രമിക്കുമോ? ആത്മാർത്ഥമാണ് എങ്കിൽ പരിശ്രമിക്കുകയില്ല. അപ്പൊ ബന്ധത്തിലേക്ക് ഊഷ്മളത, അതിന് ശക്തി പകരുന്ന നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ വിശ്വാസികൾക്കിടക്കുള്ള ബന്ധങ്ങളിൽ പാലിക്കണം. അതേപോലെ വൈദാ ദഅാക ഫഅജിബുഹു, അവൻ നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം നീ സ്വീകരിക്കണം. അവിടെ ചെല്ലണം. സന്ദർശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ ന്യായമായ കാരണമുണ്ട് എങ്കിൽ, മറ്റ് എൻഗേജ്മെന്റുകളും യാത്രകളും അബ്സെൻസുകളുമാണ് എങ്കിൽ അത് പറയണം. അതേപോലെ നിന്റെ സമീപത്ത് വന്ന് വല്ല അഡ്വൈസും ഉപദേശവും തേടിക്കഴിഞ്ഞാൽ നീ ഉപദേശം കൊടുക്കണം. അല്ലേ? നിന്റെ അടുത്ത് വന്ന് ഉപദേശം തേടുക. നിന്റെ സഹോദരനാണ്, മുസ്ലിമാൻ, കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്, അവനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ്, ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്, നിന്റെ അയൽവാസിയായ വിശ്വാസിയാണ്, നിന്റെ മഹല്ലിലെ വിശ്വാസിയാണ്, കണ്ടമേനി നടിക്കാത്ത രൂപത്തിൽ അത് അവനല്ലേ, അവൻക്കൊക്കെ അങ്ങനെ മതി എന്ന നിലക്ക് കാറ്റഗറി തിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളയരുത്. ഉപദേശത്തിന്റെ കനം കുറച്ച് കളയരുത്. വേണ്ടത് വേണ്ടവർക്ക് വേണ്ട രൂപത്തിൽ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കിടക്കുള്ള ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചതാണ്. വിശ്വാസി സമൂഹത്തിൽ നിന്ന് നിന്റെ സവിധത്തിലേക്ക് ഒരാൾ വല്ല ഉപദേശവും തേടി വന്നു കഴിഞ്ഞാൽ അവൻക്കത് കൊടുക്കണം. അവൻ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും തുമ്മിയാൾ പറയണം, വിശ്വാസികൾ പറയണം. അത് കേട്ടുകഴിഞ്ഞാൽ യർഹമുക്കുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്തുതിച്ചല്ലേ, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്തു തരട്ടെ, നീ എന്റെ കാരുണ്യത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചല്ലേ എങ്കിൽ വീണ്ടും അവനോട് യർഹമുക്കുല്ലാഹ്, തിരിച്ചു വൈസ്ലിഹു ബാലക്കും എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ അവസ്ഥകൾ നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥനയിൽ വർധനവ് നൽകിക്കൊണ്ടുള്ള തിരിച്ചുള്ള പ്രാർത്ഥന ഈ തുമ്മിയ വിശ്വാസി നിർവഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോ യർഹമുക്കുല്ലാഹ് വയഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, നിങ്ങൾക്ക് നല്ല പാത അല്ലാഹ് കാണിച്ചു തരട്ടെ, അള്ളാഹു നിങ്ങളുടെ അവസ്ഥകളൊക്കെ നന്നാക്കി തരട്ടെ, ഒരു തുമ്മിയാൽ പോലും ഇങ്ങനെ. അപ്പൊ ആ ബാധ്യത ആ സമയത്ത് നിർവഹിക്കണം. വൈദാ മരിള ഫഅദുഹു, രോഗിയായി കഴിഞ്ഞാൽ നിന്റെ സഹോദരനായ മുസ്ലിം രോഗിയായി കഴിഞ്ഞാൽ അവനെ നീ സന്ദർശിക്കണം. കുടുംബത്തിലെ രോഗികളെ മാത്രമല്ല, കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, വെക്കേഷൻ കാലയളവൊക്കെ വരുന്ന സമയത്ത് സന്ദർശനങ്ങളൊക്കെ നടത്തും, കുടുംബ സന്ദർശനം നടത്തും. പക്ഷെ അതിന്റെ കൂടെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് പുതിയ കാലത്ത് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഗാഢതയുണ്ടാക്കുന്നതിന് വേണ്ടി വിശ്വാസികൾക്കിടക്കുള്ള സന്ദർശനം, വിശിഷ്യ നിന്റെ സഹോദരൻ രോഗിയായി കിടക്കുമ്പോ രോഗി സന്ദർശനം നടത്തൽ നിന്റെ മേൽ ഹക്കാണ്, ബാധ്യതയാണ്. ആ സന്ദർശനം നടത്തുമ്പോൾ അവൻക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിടത്തേക്ക് നീ എത്തുകയും വേണം. അങ്ങനെ നിന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ അറിഞ്ഞില്ലെങ്കിലും, ചില ആളുകൾ അങ്ങനെ, പണ്ട് കലക്ടർ മരിച്ചു എന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് ഓടിച്ചെല്ലാൻ, അല്ലെ, കലക്ടറുടെ അമ്മ മരിച്ചു പറഞ്ഞപ്പോൾ ഓടിച്ചെന്നു എന്നാണ് ഒരു കഥയാണ്. പക്ഷെ നാട്ടിൽ നടക്കുന്ന സംഗതിയാണ്. അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്നപ്പോ കലക്ടറാ മരിച്ചതെന്നാണ്. അപ്പൊ എല്ലാ ആളുകള് വലിയൊരു ആവേശമില്ലാതെ തിരിച്ചു പോരാണ് പെട്ടെന്ന്. കാരണം അമ്മ മരിച്ച അവിടെ കലക്ടർ ഉണ്ടാകും. അപ്പൊ പിന്നെ അവിടെ അങ്ങനെ സീനാക്കി തീർത്തു കഴിഞ്ഞാല് അതിൽ കാര്യമുണ്ട് എന്ന നിലക്ക് ആ രൂപത്തിലുള്ള ഒഫീഷ്യാലിറ്റികളല്ല. ഇതിന്റെ ആത്മാർത്ഥമായ പുണ്യം ആഗ്രഹിച്ച് മയ്യത്ത് ഇങ്ങനെ സന്ദർശിക്കുമ്പോ ഒരു ഖീറാത്ത്, വലിയ മല, ആ മയ്യത്തിന്റെ കൂടെ ചെന്ന്, ആ കഫൻ ചെയ്ത മയ്യത്തിന്റെ കൂടെ പള്ളിക്കാട്ടിലേക്ക്, ഖബർസ്ഥാനിലേക്ക് ചെന്ന്
ആ മയ്യത്ത് മറമാടുന്നത് വരെ സമയം ചെലവഴിച്ച് അങ്ങനെ 3 പിടി മണ്ണൊക്കെ ഇട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ അതൊക്കെ ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ 2 ഖൈറാത്താണ്. അൽ ജബൽ കബീറാൻ, 2 വലിയ പർവ്വത സമാനമായ പുണ്യം നിങ്ങൾ നേടുകയാണ്. അപ്പൊ എന്റെ സഹോദരനായ മുസ്ലിം അവൻ മരിച്ചിരിക്കുകയാണ്. ഇനി എന്റെ സന്ദർശനം അവൻ അറിയണമെന്നില്ല. പക്ഷെ അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആത്മീയമായ ഹക്ക് ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ് റബ്ബേ എന്ന് മനസ്സിരുത്തി നല്ല നിയ്യത്തോടുകൂടി സഹോദരനായ മുസ്ലിം മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ സന്ദർശിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ച് പ്രാർത്ഥന കൊടുത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പിരിഞ്ഞു പോരാൻ പറ്റുന്ന മാനസികാവസ്ഥ, ഇസ്ലാമിക ബോധം, ഹക്ക് നിർവഹണത്തിലേക്ക് നമ്മൾ എത്തണം. ഈ പറയുന്നതൊക്കെ വിശ്വാസി സമൂഹത്തിന്റെ ഭദ്രതയും നന്മയുമാണ്, വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളാണ്. ഇനി ആ ബന്ധം തകർക്കുന്ന വിധത്തിലുള്ള പരദൂഷണ ഏഷണികള്, അതേപോലെ തന്നെ ഊഹങ്ങള്, അതിനെയൊക്കെ മറുഭാഗത്ത് പ്രവാചകൻ അതിശക്തമായി കൊണ്ട് തിരസ്കരിക്കുകയും ചെയ്യുകയാണ്. എന്തും എവിടെയും എങ്ങനെയും പറയാം, ഏത് കമന്റും അടിക്കാം, ഫോർവേഡും ചെയ്യാം, ആരെക്കുറിച്ചും പറയാം എന്നിടത്തേക്ക് ഒരിക്കലും ഒരു വിശ്വാസി എത്താൻ പാടില്ല. വിശ്വാസികളായ സഹാബികൾ 2 പേര്, ബിലാൽ ഇബ്നു റബാഹും അബൂദറും ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറഞ്ഞു, ഇബ്ന സൗദാ, കറുത്ത ഉമ്മയുടെ മകനെ എന്നൊന്ന് പ്രയോഗിച്ചു പോയി. ബിലാലിന് സങ്കടമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ബിലാൽ പറയാണ്, എന്നെക്കുറിച്ച് അബൂദർ ഇങ്ങനെ പറഞ്ഞു എന്ന്. പ്രവാചകൻ ദേഷ്യപ്പെടാൻ അബൂദറിനെ വിളിച്ചു വരുത്തുകയാണ്. ഇന്നക ഇംറുഉൻ ഫീകൽ ജാഹിലിയ്യ, നീ ഒരു മനുഷ്യനാണ് അബൂദറെ, നീ ഒരു മനുഷ്യനാണ്. പക്ഷേ ഫീകൽ ജാഹിലിയ്യ, നിന്റെ അടുത്ത് ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശം പേറുന്ന മനുഷ്യനാണ് എന്ന്. അതിൽ അബൂദർ റളിയല്ലാഹു അൻഹു വിറക്കുകയാണ്. പ്രായം ചെന്ന അവസ്ഥയിൽ പ്രവാചകരെ ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെയൊക്കെ നിർവഹിച്ച് ജീവിക്കുമ്പോൾ എന്നിൽ ഇപ്പോഴും ജാഹിലിയത്തുണ്ട് എന്ന് താങ്കൾ പറയുകയാണോ എന്ന്, നീ ബിലാലിനോട് എന്താ പറഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ആ സമയത്ത് ബിലാലിന്റെ വീട്ടിലേക്ക് പിന്നീട് അബൂദർ ചെന്നുകൊണ്ട് ഖേദം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ആ മണ്ണിൽ കിടന്നുകൊണ്ട് കവിൾത്തടം തിരിച്ചു വെച്ച്, അബൂദറെ, എന്റെ ഈ കവിളിൽ നീ ചവിട്ടണം, എങ്കിലേ അതിന് ബദലായി തീരുകയുള്ളൂ എന്ന് പറയുന്ന അബൂദർ. അഥവാ വിശ്വാസികൾക്കിടക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാചകൻ കൊടുത്ത താക്കീതുകളും നിർദ്ദേശങ്ങളും, ആ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇസ്ലാമിക ബോധവും സാഹോദര്യ ബോധവും ഒക്കെ നഷ്ടപ്പെടുമോ എന്ന നിലക്ക് അവരൊക്കെ നിർവഹിച്ചിരുന്നത്. നമ്മളൊക്കെ പ്രയോഗിക്കുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ വിശ്വാസികൾക്കിടക്ക് നമ്മൾ സൂക്ഷിക്കണം. നല്ലതേ ഒരു വിശ്വാസി പറയാൻ പാടുള്ളൂ. ഫദ്ഫഅ ബില്ലതി അഹ്സൻ, തിന്മയെ നന്മ കൊണ്ടായിരിക്കണം നമ്മൾ ചെറുക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. വഖൂലു ഖൗലൻ സദീദാ, ഏറ്റവും നേരെ ചൊവ്വായ വാക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. അത് വിശ്വാസികൾക്കിടക്ക് വളരെ പ്രധാനമാണ്. ആരാണ് ഏറ്റവും നല്ല മുസ്ലിം എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള വിശ്വാസികളെ രക്ഷപ്പെടുത്തിയവൻ ആരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹാദിഹിൽ ഹിദായത്തിൻ നഈമ വസ്സലാത്തു വസ്സലാമു അലൽ ഖായിൽ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പ്രീതിയും ഇഷ്ടവും നഷ്ടപ്പെടാത്ത വിധത്തിൽ നമ്മുടെ ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന വലിയ ഇഷ്ടം നഷ്ടപ്പെടാത്ത തഖ്വയും ജാഗ്രതയും മരിക്കുന്നത് വരെ നിലനിർത്തുന്ന മുത്തഖീങ്ങളും മുസ്ലിഹീങ്ങളും മുഖ്ലിസീങ്ങളുമാകുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയതായി നടന്നുകൊണ്ടിരിക്കുന്ന വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതീക്ഷയുടെ പല കാര്യങ്ങളും പ്രസ്താവനകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് വായിച്ചവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കരമുയർത്തി കർമ്മങ്ങളുമായി മുന്നോട്ടു പോകേണ്ട സവിശേഷമായ ഒരു സമയമാണിത്. ഇസ്ലാമിക ഉമ്മത്തിനെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി അശ്രാന്ത ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മത്തിൻ്റെ ഐക്യം മറ്റാരെയും അതിജയിക്കാൻ വേണ്ടിയല്ല, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഹക്കിന് വേണ്ടി നമ്മൾ നിലനിർത്തണം.
അതേപോലെ തന്നെ വിശ്വാസികളുടെ ബാധ്യതയാണ് ഇതര സമൂഹവുമായി ഏറ്റവും നല്ല രൂപത്തിലുള്ള സമ്പർക്കവും ഇടപാടുകളും ജീവിതവുമൊക്കെ. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഇസ്ലാമികേതര സമൂഹം, നിരപേക്ഷ സമൂഹം, മതേതര സമൂഹം നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവരും ജാഗ്രതയിലാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്. എന്നാൽ നമ്മുടെ ഹക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വൈകാരികമായി ഈ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, നമ്മുടെ ഭരണഘടന, ഇന്നലകളിലെ പൂർവ്വ നേതാക്കന്മാർ, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വഖഫുമായി ബന്ധപ്പെട്ടത് ഒരു മൗലികാവകാശ നിഷേധവും അതിൻ്റെ ഭേദഗതികളൊക്കെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സ്വത്വവും ഐഡന്റിറ്റിയും വസ്തുവകകളുമൊക്കെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക സമൂഹത്തെ നേരെ ചൊവ്വെ വീക്ഷിക്കുന്ന, അവകാശങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നമ്മുടെ പോരാട്ട വീതികളിലൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തിന് അനുഗുണമാകുന്ന രൂപത്തിലുള്ള അവധാനതയോടെയായിരിക്കണം. നമ്മുടെ ജനാധിപത്യ ബോധവും മതേതര ബോധവും മാനവിക മൈത്രി ബന്ധവും തെറ്റിദ്ധാരണക്ക് സാധ്യത നൽകുന്ന അന്തരീക്ഷം ഇസ്ലാമിക ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ പ്രാർത്ഥനയാണ് വലിയ ആയുധം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്തുള്ള സൂക്തം 77-ാമത്തെ ആയത്ത്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്. റബ്ബിനോട് നമ്മൾ തേടണം. നമ്മളൊക്കെ തേടാൻ തുടങ്ങിയോ, തേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുകൂടി ഇതിനോട് ആലോചിക്കുക. ആരെങ്കിലുമൊക്കെ അത് നടത്തട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന നിലയ്ക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്ന രീതിയിൽ പിന്നെ വളരെ ഫ്രീ സോണിലായിട്ട്, കംഫേർട്ട് സോണിലായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ബാധിക്കാനുള്ളവരാണ്. അപ്പൊ ഒറ്റക്കൊട്ടായിട്ട് അണിനിരക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 286-ാമത്തെ ആയത്ത്, ആമന റസൂൽ, 285-ാമത്തെ ആയത്ത്, ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിൻ്റെ അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഫൈനൽ വേർഡ്സ്, ഏറ്റവും അവസാന സൂക്തം. ആ സൂക്തത്തിന്റെ അവസാന ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാല പ്രശ്നം. അത് ആഗോളതലത്തിൽ ഫലസ്തീൻ ഇഷ്യൂ ആയിരുന്നാലും, അതേപോലെ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നാലും, നമുക്ക് സഹിക്കാനും കൊണ്ടു നടക്കാനും പറ്റാത്ത വിധത്തിലുള്ള ഭാരം നമ്മുടെ മേൽ വന്ന് ഭവിക്കുമോ എന്ന ആശങ്കയും പേടിയുമായി മുന്നോട്ട് നീങ്ങുന്ന സമയമായിരുന്നാലും, ഏത് കാലത്തും സമയത്തും സ്യൂട്ടബിളായ അനുയോജ്യമായ പ്രാർത്ഥനയാകുന്ന ആ സൂക്തം നമ്മൾ മറന്നു പോകരുത്. അർത്ഥബോധത്തോടു കൂടി നിർവഹിക്കേണ്ട സമയം കൂടിയാണിത്. ഉറങ്ങുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് ഓതണമെന്ന് പ്രബലമായ സുന്നത്താണ്. നമ്മളെല്ലാവരും, മക്കളായിരുന്നാലും ഇണകളായിരുന്നാലും ഒക്കെ ഓതണം. അർത്ഥം ആലോചിച്ചോതേണ്ട സമയമാണിത്. ഗസക്ക് വേണ്ടി, ഫലസ്തീനിന് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി, ലക്ഷങ്ങൾക്ക് വേണ്ടി, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി. അക്രമികളായ, അന്യായം പ്രവർത്തിക്കുന്ന ആളുകൾ കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ മതേതര മതനിരപേക്ഷ മതബോധത്തിന്റെ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ പ്രാർത്ഥന കൂടി വേണം. കാര്യങ്ങൾ ചേർത്ത് വെച്ച് യഥാകാലത്ത് വേണ്ട, യഥാസമയത്ത് വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആയത്തിലൂടെ പടച്ചറബിനോട് ചോദിക്കാൻ കഴിയണം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തൈനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തഹ്മിൽ അലൈനാ, ഞങ്ങളുടെ മേൽ നീ ഒരിക്കലും വഹിപ്പിക്കരുത്, ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നീ വഹിപ്പിച്ചതുപോലെ ഞങ്ങളെ നീ വഹിപ്പിക്കരുത്. അവർക്കുണ്ടായിരുന്നത് പോലെയുള്ള തവക്കുല്, അവർക്കുണ്ടായിരുന്നത് പോലെയുള്ള തഖ്വ, അതിജീവന ആത്മീയ സംസ്കരണ ശേഷി നാഥ ഞങ്ങൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിജീവനം നേടാൻ പറ്റാത്ത വിധത്തിലുള്ള ഭാരം ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കരുതേ എന്ന് അല്ലാഹുവിനോട് തേടണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് സഹിക്കാനും ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും പറ്റാത്ത വിധത്തിലുള്ളത് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കരുത്. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം. വഗ്ഫിർ ലനാ,
ഞങ്ങൾക്ക് നീ പുറത്തു തരണം. വർഹംനാ, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണം. അൻത മൗലാനാ, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ മൗല, നീയാണ് ഞങ്ങളുടെ യജമാനൻ. ഫൻസുർനാ, ഞങ്ങളെ നീ സഹായിക്കണം. അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ, അക്രമികളായ, അന്യായം പ്രവർത്തിക്കുന്നവരായ, ഒരു നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരായ ആളുകൾ ആരൊക്കെയുണ്ടോ അല്ലാഹുവേ, അവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ. നീയാണ് ഞങ്ങളുടെ യജമാനൻ, മൗല എന്ന നിലക്ക് റബ്ബിനോട് നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് ഈ ആയത്തോതുമ്പോൾ എല്ലാം അങ്ങ് ആലോചിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ 200 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ, 200 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ, ആ 200 കോടികൾക്കിടക്ക് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഇതൊക്കെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ അവസ്ഥകൾ മനസ്സിരുത്തിക്കൊണ്ട് ഇവിടെയുള്ള അപരവൽക്കരിക്കാൻ സാധ്യതയുള്ള പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിച്ച് ഈ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ, അത് ആത്മാർത്ഥമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതുകൊണ്ടാണ് ഓരോ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ആമന റസൂൽ ഈ പ്രാർത്ഥനയും ഈ ആയത്തുമൊക്കെ ഓതാൻ പറഞ്ഞത്. അത് അർത്ഥബോധത്തോടുകൂടി ആലോചിച്ച് ഓതേണ്ട സമയം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും ദുആകളെയും നീ സ്വീകരിക്കണമേ നാഥാ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ നീ പുറത്തു മാപ്പാക്കി തരണമേ. വന്ന് ഭവിച്ചതും വരാനിരിക്കുന്നതുമായ സർവ്വപ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് നീ അതിജീവനം നൽകണമേ നാഥാ. അല്ലാഹുവേ, സംരക്ഷിതരായി തീരാൻ പാകത്തിലുള്ള തൗഹീദും തവക്കുലും തസ്കിയത്തും തർബിയത്തും തഖ്വയും പാധേയമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സൽക്കർമ്മകാരികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസ്സയുടെ മണ്ണിൽ കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് പ്രദാനം ചെയ്യണമേ നാഥാ. അല്ലാഹുവേ, സംരക്ഷിതമാക്കി തീർക്കണമേ നാഥാ. ഇനിയും പോരാട്ട വീതിയിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹുവേ നീ അന്തിമ വിജയം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മാനസിക വ്യതകൾ എല്ലാത്തിനും അറുതി നൽകുന്ന, ആശ്വാസം നൽകുന്ന അനുഗ്രഹദാതാവ് അല്ലാഹുവേ നീയാണ്. വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങൾ രോഗികളായവർ, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, മക്കളിൽ, സഹപ്രവർത്തകരിൽ, വേണ്ടപ്പെട്ടവരിൽ ശമനം നൽകണമേ നാഥ. ബഹുമാന്യനായ ഒരു സഹോദരൻ, യുവ പ്രവർത്തകൻ ഷഫീൽ സുഖമില്ലാതെ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി ദഅവ ജീവകാരുണ്യ മേഖലയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്, സഹോദരന് പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമുക്കിടക്കും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹുവേ നീ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نسألك العفو والعافية من ديننا ودنيانا وأهلنا ومالنا. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في غزة. اللهم انصر المظلومين في وطننا. اللهم كن نسيرا ومعينا للمجاهدين في هذه المنطقة المظلومة المختلفة. اللهم دمر وشتت ومزق أعداءك وأعداءنا وأعداء السلم والسلام والتعايش والعهود والحقوق والإنسانية والمسجد الأقصى. ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ألف بين قلوبنا وأصلح ذات بيننا. ربنا لا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.